കോഴിക്കോട് ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. വെളയിൽ സ്വദേശി ധനേഷാണ് പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെയാണ് ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ വെട്ടിക്കൊന്നത്. കെ ലതീഷുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ലതീഷ്, എവിടെ വെച്ചാണ് പ്രതി പിടിയിലായത്? ഇതൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ. കീർത്തി, കഴിഞ്ഞ 2 ദിവസമായി പ്രതിക്കായി പോലീസ് വലവിരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ മോട്ടോർ ബൈക്കിൽ കത്തിയുമായി കടന്നു കളയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ അനുസരിച്ച് നിരവധി ആളുകളെ, കോഴിക്കോട് നഗരത്തിലെ കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്. നിലവിൽ പ്രതി നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഓട്ടോ ഡ്രൈവറും കൊലക്കേസ് പ്രതിയുമായ ശ്രീകാന്ത് കൊല്ലപ്പെടുന്നത്. 16ഓളം വെട്ടുകൾ ശ്രീകാന്തിന്റെ ശരീരത്തിൽ അന്ന് കണ്ടിരുന്നു. ഈ പ്രതി പ്രതി വെള്ളയിൽ സ്വദേശി തന്നെയായ ധനീഷ് ആണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഈ ധനീഷിന്റെ അമ്മയോട് അപമര്യാദയായി പെരുമാറിയിരുന്നു ശ്രീകാന്ത്. ഇതിന്റെ പക തീർത്തതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ ഓട്ടോയിൽ വിശ്രമിക്കുകയായിരുന്ന ധനീഷിനെ ശ്രീകാന്തിനെ ബൈക്കിലെത്തിയാണ് ധനീഷ് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ നിലയിലുള്ള ക്രൂരമായ ഒരു കൊലപാതകം, നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം രാവിലെ കോഴിക്കോട്ട് ഓട്ടോ ഡ്രൈവറുടെ ഒരു കൊലപാതകം വാർത്ത കേട്ടാണ് ഉണർന്നത്. കാരണം പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു ഈ കൊലപാതകം. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കീർത്തി. ശരി, ലതീഷാണ് വിവരങ്ങൾ.